തയ്യാലക്കൽ എൻ്റെ സ്വന്തം കുടുംബം. തയ്യാലക്കൽ ഹൗസ് എൻ്റെ രണ്ടാമത്തെ മകളുടെ മെർലീനയുടെ കല്യാണ ഫോട്ടോ ആണ്. എൻ്റെ അമ്മ ഇല്ല. അമ്മ മരിച്ചിട്ട് കൊല്ലങ്ങളോളമായി. 2000-ൽ മരിച്ചതാണ്. എൻ്റെ അമ്മയുടെ മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളുടെ കുട്ടികളും എല്ലാം ഉണ്ട്. 100-ൻ്റെ അടുത്ത് ഉണ്ട്. ഇനിയും കുറേ പേര് ഈ കല്യാണത്തിൽ വരാത്തവരും ഉണ്ട്. ഫോട്ടോ കാണുമ്പോൾ നല്ലൊരു സന്തോഷം. ഓക്കെ. ഒരു നല്ല ചിന്ത. എബ്രഹാം ലിങ്കൺ സെനറ്റിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഒരാൾ ചെരുപ്പ് ഉയർത്തി പറഞ്ഞു, "ഇത് നിങ്ങളുടെ അച്ഛൻ തുന്നിത്തന്നതാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ടോ?" പരിഹാസത്തോടെയായിരുന്നു അയാളുടെ ചോദ്യം. ആക്ഷേപിക്കലായിരുന്നു ലക്ഷ്യം. പ്രസംഗം നിർത്തി ലിങ്കൺ മറുപടി പറഞ്ഞു, "എൻ്റെ അച്ഛൻ തുന്നിയതാണ് ഇത്. ഏറെ അർപ്പണബോധത്തുള്ള ചെരുപ്പ് കുത്തിയായിരുന്നു എൻ്റെ അച്ഛൻ. എനിക്കതിൻ്റെ പകുതി പോലും ലഭിച്ചിട്ടില്ല. എനിക്ക് ആ ചെരുപ്പൊന്ന് തൊടാൻ നൽകുമോ?" അയാളുടെ ഉദ്ദേശം ദ്രവിച്ചു പോയെന്ന് മാത്രമല്ല, ലിങ്കൻ്റെ ലാളിത്യം നിറഞ്ഞ മറുപടി സദസ്സിനെ കരഘോഷങ്ങളോടെ ലിങ്കനെ അഭിവാദ്യം ചെയ്യാൻ അത് പ്രാപ്തമാക്കുകയും ചെയ്തു. കറുത്തതോ വെളുത്തതോ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല. പണവും പ്രതാപവും കൊടുത്താൽ കിട്ടാത്ത വകതിരിവ് എന്ന സാധനം എല്ലാത്തിനും മുകളിലാണ്. അതിമനോഹരമായ ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. പരസ്പരം ആരുമില്ലാതിരുന്ന, പരസ്പരം അതിനു മുൻപ് ഒരിക്കലും അറിയാതിരുന്ന, ഒരുപക്ഷെ സാധാരണഗതിയിൽ പരസ്പരം കണ്ടുമുട്ടാൻ പോലും ഒരു സാധ്യതയുമില്ലാതിരുന്ന രണ്ട് മനുഷ്യർ കാലപ്രവാഹത്തിനിടെ പരസ്പരം കൂട്ടിമുട്ടുന്നു. പരസ്പരം ആരുമില്ലാതിരുന്നവർ പിന്നെ ആരൊക്കെയോ ആയിത്തീരുന്നു. പിന്നീടവർ സ്നേഹത്തിൻ്റെ ഒരേ ആകാശത്തിൽ ഒരുമിച്ച് പറന്നു നടക്കുന്നു. ഒരിക്കൽ ആരുമില്ലാതിരുന്നവർ അനുവാദം ചോദിക്കാതെ കടന്നു കയറാൻ മാത്രം സ്വാതന്ത്ര്യമുള്ളവരായി മാറുന്നു. അതെ, ഏറ്റവും മനോഹരമായ ചില സൗഹൃദങ്ങളൊക്കെ അങ്ങനെയാണ്. ഏതോ മുൻജന്മ പ്രേരണയാലെന്നവണ്ണം നമ്മൾ അവരിലേക്കോ അവർ നമ്മളിലേക്കോ എത്തിച്ചേരുന്നു. കാലത്തിൻ്റെ നിയോഗമാണത്, കടപ്പാട്. ജപ്പാനിലെ ചക്രവർത്തിയുടെ ഗുരുവായിരുന്നു
ഗൂഡോ കൊട്ടാരത്തിലെ ആഡംബരങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ സാധാരണ ഭിക്ഷുക്കളെ പോലെ ഊരു ചുറ്റി സദ്ദേശങ്ങൾ നൽകി ജനങ്ങളെ സഹായിക്കുന്നതിലായിരുന്നു ആനന്ദം കണ്ടെത്തിയിരുന്നത്. ഒരിക്കൽ അദ്ദേഹം എഡോ എന്ന സാംസ്കാരിക നഗരത്തിലേക്ക് കാൽനടയായി യാത്ര തുടങ്ങി. വഴിമധ്യേയുള്ള ഡക്കാനക്ക ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ഗൂഡോ മഴയത്ത് പൂർണ്ണമായും നനഞ്ഞു കുതിർന്നു. കാലിലെ വൈക്കോൽ ചെരുപ്പ് ദ്രവിച്ച് നശിച്ചു പോയിരുന്നു. വഴിയരിയിൽ ഒരു കർഷഭവനം കണ്ട അദ്ദേഹം അവിടെ നിരത്തി വെച്ചിരുന്ന 4 ജോഡി ചെരുപ്പുകളിൽ ഒന്ന് വാങ്ങാനായി കയറി ചെന്നു. നനഞ്ഞ വസ്ത്രങ്ങളുമായി വന്ന ആ ഭിക്ഷുവിനോട് ആ വീട്ടമ്മയ്ക്ക് അനുകമ്പ തോന്നി. അങ്ങന്ന് ഇവിടെ വിശ്രമിച്ചു പോകൂ, അവർ സ്നേഹത്തോടെ പറഞ്ഞു. ഗൂഡോ ഭക്ഷണം സ്വീകരിച്ച് എല്ലാവരുടെയും നന്മയ്ക്കായി അദ്ദേഹം സൂക്തങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചു. വീട്ടമ്മ തൻ്റെ അമ്മയെയും കുട്ടികളെയും അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. നിങ്ങളുടെ മുഖത്ത് വിഷാദം കാണുന്നത് എന്തുകൊണ്ടാണ്? ഗൂഡോ തിരക്കി. വീട്ടമ്മ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു കുടിയനും ചൂതാട്ടക്കാരനുമാണ്. ചൂതുകളിയിൽ ജയിച്ചാൽ കുടിയും വഴക്കുമായിരിക്കും, തോറ്റാലും വാങ്ങി കുടിക്കും, പല ദിവസങ്ങളിലും ബോധമില്ലാതെ ഓടയിൽ വീഴും. ഞങ്ങൾ എന്തു ചെയ്യാനാണ്? ഗൂഡോയ്ക്ക് സഹതാപം തോന്നി. അദ്ദേഹം കുറച്ച് പണം വീട്ടമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു പറഞ്ഞു, ഞാനൊരു ശ്രമം നടത്തട്ടെ. ഒരാൾക്ക് കുടിക്കാൻ ആവശ്യമായി നല്ല വീഞ്ഞും മീനും വാങ്ങി ഇവിടെ വെച്ച് നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ഈ വാതിലിനടുത്ത് ധ്യാനത്തിലിരുന്നു കൊള്ളാം. അർദ്ധരാത്രിയിൽ ഗ്രഹനാഥൻ കുടിച്ച് ബോധമില്ലാതെ അകത്തേക്ക് കയറി വന്നു. എടീ, ഞാൻ വിശന്നു വലഞ്ഞ് തിന്നാനോ കുടിക്കാനോ വല്ലതുമുണ്ടോ? ഗൂഡോ വാതിൽക്കൽ നിന്ന് എണീറ്റ് അയാളുടെ അടുത്ത് ചെന്ന് ശാന്തമായി പറഞ്ഞു, സ്നേഹിത, മഴ നനഞ്ഞു മടുത്തപ്പോൾ ഞാനിവിടെ കയറി വന്നതാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ദയവ് തോന്നി ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ അനുവാദം തന്നു. അതിനുള്ള പാരിതോഷികമായി ഞാനിവിടെ കുറച്ച് നല്ല വീഞ്ഞും മീനും വരുത്തി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം. വീട്ടുകാരൻ സന്തോഷം കൊണ്ട് മതിമറന്നു. അയാളുടെ മുഖത്ത് ചിരി വിടർന്നു. അയാൾ മദ്യവും മീനും ഇഷ്ടം പോലെ കഴിച്ചു. അവസാനം ബോധം കെട്ട് ഇരുന്നിടത്ത് തന്നെ തറയിൽ വീണു. അവിടെ ധ്യാനത്തിലിരുന്ന ഗൂഡോയുടെ ഒരു വശം ചേർന്ന് അയാൾ ഉറങ്ങിപ്പോയി. രാവിലെ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ ഗൂഡോ തൻ്റെ അടുത്ത് ധ്യാനത്തിലിരിക്കുന്നത് അയാൾ കണ്ടു. രാത്രിയിൽ നടന്നതൊന്നും അയാൾക്ക് ഓർമ്മയില്ലായിരുന്നു. രാവിലെ സുബോധത്തിലായിരുന്നുകൊണ്ട് ഗൂഡോയെ നമസ്കരിച്ച് അദ്ദേഹം ആരാണെന്ന് കൂടുതൽ വിവരങ്ങൾ തിരക്കി. ചക്രവർത്തി തിരുമേനിയുടെ ഗുരുവാണ് തൻ്റെ അതിഥി. ആ മഹാഗുരുവിനോട് താൻ മീനും വീഞ്ഞും വാങ്ങിപ്പിച്ചത്. അയാൾക്ക് പരിഭ്രാന്തിയും വെപ്രാളുമായി. പശ്ചാത്താപം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. ലജ്ജാവിവശനായി തല താഴ്ത്തി. മഹാഗുരു, ക്ഷമിക്കണം. അയാൾ കേണപേക്ഷിച്ചു. നിലത്തു വീണു. ഗൂഡോ ശാന്തഗംഭീരനായി മന്ദസ്മിതം തൂങ്ങി. സ്നേഹിത, ദുഃഖിക്കേണ്ട. ഈ ജീവിതം ക്ഷണഭങ്കുരമാണ്. നമുക്ക് ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന ഏതാനും നാളുകൾ മദ്യപിച്ചും ചൂതാടിയും വെറുതെ കളയാനുള്ളതാണോ? അങ്ങനെ ചെയ്താൽ നാം ജീവിച്ചില്ലെന്നല്ലേ അതിനർത്ഥം. നിങ്ങൾ സ്വന്തം ജീവിതത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പരസ്നേഹത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ കുടുംബങ്ങൾ എത്ര ദുഃഖത്തിലും നിരാശയിലുമാണ് കഴിയുന്നത്. കെടുന്ന ദീപത്തിൻ്റെ വിരൽ കൊണ്ട് കയറ്റുമ്പോൾ കൂടുതൽ പ്രകാശമായി ജലിക്കുന്നത് പോലെ അവൻ്റെ വിവേകശക്തി പൊടുന്നനെ ഉണർന്നു. ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവനെ പോലെ അവന് സ്വയം തോന്നി. ഗൂഡോയെ താണു വണങ്ങിക്കൊണ്ട് അവൻ അപേക്ഷിച്ചു, അങ്ങ് എന്നെ ഒരു എളിയ ശിഷ്യനായി സ്വീകരിക്കണം. ഗൂഡോ കർഷക ഭവനത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പുറപ്പെട്ടു. വീട്ടുകാരൻ ഗുരുവിൻ്റെ ചെറിയ ഭാണ്ഡമെടുത്ത് കൂടെ അനുയാത്ര ചെയ്തു. അല്പദൂരം നടന്നപ്പോൾ ഗൂഡോ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. ഗ്രഹനായകൻ, ഗുരു, അങ്ങ് ഈ എളിയവന് നൽകിയ ഉപദേശം വിലമതിക്കാനാവാത്തതാണ്. അതിനുള്ള നന്ദി സൂചകമായി ഞാൻ 5 മൈൽ കൂടി നടന്നുകൊള്ളട്ടെ കൂടെ? ഗൂഡോ സമ്മതിച്ചു. 5 മൈൽ നടന്നു കഴിഞ്ഞപ്പോൾ ഗുരു, ക്ഷമിക്കണം. ഞാൻ അങ്ങയുടെ ശിഷ്യനായി മടങ്ങിപ്പോകാനല്ല. ഗൂഡോ സമ്മതിച്ചു. 5 മൈൽ നടന്നു കഴിഞ്ഞപ്പോൾ 10 മൈൽ കൂടെ അങ്ങയെ അനുഗമിക്കാൻ സമ്മതിക്കണമെന്ന് അയാൾ അഭ്യർത്ഥിച്ചു. 10 മൈൽ കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഇനി നിങ്ങൾ മടങ്ങിപ്പോയേ തീരൂ, നിർബന്ധമാണ്. വീട്ടുകാരൻ്റെ മറുപടി ഇതായിരുന്നു, ഗുരു, ക്ഷമിക്കണം. ഞാൻ അങ്ങയുടെ ശിഷ്യനായി മടങ്ങിപ്പോകാനല്ല. അങ്ങയുടെ ശിഷ്യനായത് മടങ്ങിപ്പോകാനല്ല.
മടങ്ങി പോകുകയില്ലെന്ന് മാത്രമല്ല, ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഗൂഡോയുടെ ഈ ശിഷ്യനാണ് ജപ്പാനിൽ തിരിഞ്ഞു നോക്കാത്ത ഗുരു എന്ന പേരിൽ പിൽക്കാലത്ത് പ്രശസ്തനായ മുനാൻ. കടന്നുപോയ തിന്മകളിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. മുന്നിൽ ചെയ്തു തീർക്കാൻ വേണ്ടത്ര നന്മകൾ ബാക്കിയുണ്ടല്ലോ. യാത്ര തുടരുക. ആലാപനം തേടും തായ്മനം, ആലാപനം തേടും തായ്മനം, വാരിണം പൂവേ ആരീരം പാടാം, താരീളം തേനേ ആരീരോരാരോ, ആലാപനം തേടും തായ്മനം. പാടും രാഗം താനം പല്ലവി, സാധകം മറന്നതിൽ തേടും മൂകം നീലാംബരി, വീണയിൽ ഈ പഴകിയ വേളയിൽ ഓമനി അതിശയ സ്വരബിന്ദുവായി എന്നും താനേറ്റു പാടാൻ, എന്നും നിന്നെ മീട്ടാം താനേറ്റു പാടാൻ. ഓ ശ്രുതിയിടും ഒരു പെൺമനം, ആലാപനം തേടും തായ്മനം, വാരിളം പൂവേ ആരീരം പാടാം, താരീളം തേനേ ആരീരോ ആരോ. താളമായിയൻ കരതലമറിയാതെ നീ എന്നുമേറെയോർമകൾ പൊന്നും തേനും വയമ്പും തരും പുണ്യമീ ജതിസ്വരലയബന്ധനം, ധന്യമീ മുഖമനസുഖസംഗമം, മൗനം പോലും പാടും കാലം നിന്നു തേങ്ങും, മൗനം പോലും പാടും കാലം നിന്നു തേങ്ങും. ഓ സുഖകരമൊരു നൊമ്പരം, ആലാ
ഗാനം വാരിളം പൂവേ ആരീരം പാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പ്രാർത്ഥനയോടെ